Good afternoon. Good afternoon, ma'am. Okay, Good afternoon, ma'am. Housekeeping services എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തത് അല്ലേ? അതില് എവിടെ വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ് വരെ കംപ്ലീറ്റ് ആയില്ലായിരുന്നോ? ഓക്കെ, അവിടെ വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഒരു നമ്മളാണെങ്കിൽ വീട്ടിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, അണുനാശിനികൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരു നല്ല ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു നല്ല ഡിസിൻഫെക്റ്റന്റ് അല്ലെങ്കിൽ നല്ലൊരു അണുനാശിനിയുടെ ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണവിശേഷങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് should have an extensive antimicrobial spectrum. എന്താ, ഒരു വിപുലമാണ് ആന്റിമൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ, മൈക്രോബ്സ് എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ അല്ലെ, സൂക്ഷ്മാണുക്കൾ അല്ലെ. അങ്ങനെയുള്ള ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, വൈറസ് ആവാം, അങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആന്റി എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ശേഷി ഈ പറയുന്ന ഡിസിൻഫെക്റ്റന്റിന് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് should produce a swift kill. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ പെട്ടെന്ന് നമുക്ക് കൊല്ലാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വിച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. Third one should be working in the presence of organic matter, that is example blood, sputum, feces, and compatible with soaps, detergent and other chemicals encountered in use. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസിൽ, അതായത് ബ്ലഡ് ആവാം, നമ്മുടെ കഫമാവാം, മലമാവാം, ഇതിങ്ങനെയുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസിലും ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നവയായിരിക്കണം. അതോടൊപ്പം തന്നെ സോപ്പോ ഡിറ്റർജന്റോ അല്ലെങ്കിൽ മറ്റെന്ത് കെമിക്കൽസ് ഉപയോഗിക്കപ്പെടും അതിനോട് അനുയോജ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയും ആയിരിക്കണം. 3 പോയിന്റ്സ് പറഞ്ഞു. ആ 3 പോയിന്റ്സ് ഒന്നുകൂടി പറയാട്ടോ. ഒരു നല്ല ഡിസിൻഫെക്റ്റന്റ് അല്ലെങ്കിൽ നല്ല അണുനാശിനിക്ക് വേണ്ട പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം. ഒരു വിപുലമായിട്ടുള്ള മൈക്രോബ്സിനെതിരെ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള, എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ശേഷി അല്ലെങ്കിൽ ഒരു കഴിവ് ഈ പറയുന്ന ഡിസിൻഫെക്റ്റന്റിന് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന സൂക്ഷ്മാണുക്കളെ അല്ലെങ്കിൽ ഈ പറയുന്ന അണുബാധകളൊക്കെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അതിനെ നശിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. തേർഡ് വൺ പറഞ്ഞത് ഓർഗാനിക് മാറ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ബ്ലഡ് ആവാം, അതുപോലെ തന്നെ ഇപ്പോ കഫം, മലം, മൂത്രം, അങ്ങനെയുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസിലും നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവ് വേണം. അതോടൊപ്പം തന്നെ സോപ്പോ ഡിറ്റർജന്റോ മറ്റു കെമിക്കൽസിന്റെ ഒക്കെ കൂടെ അനുയോജ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് should not be dangerous to the user or patient. ഇവിടെ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്ന ആൾക്കായിക്കോട്ടെ, ഹോസ്പിറ്റലിൽ ആവുമ്പോൾ അവിടെ പേഷ്യൻസിനായിക്കോട്ടെ ഒരിക്കലും അതൊരു ഡേഞ്ചറസ് അല്ലെങ്കിൽ അപകടകരങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മുടെ വീട്ടിലും നമ്മൾ ഒരുപാട് ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ആ റൂമിലൊക്കെ കിടക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ അപകടങ്ങളോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇതുവഴി ഉണ്ടാവാൻ പാടില്ല. Then should not corrode instruments and metallic surfaces and should not cause the destruction of cloth, rubber, plastic and other materials. അതുപോലെ തന്നെ do not corrode instruments, അതായത് ഇപ്പൊ ഉപകരണങ്ങളോ മെറ്റാലിക് സർഫസ് ലോഹപ്രതലങ്ങളോ ഒക്കെ ആയിട്ട് ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് അല്ലെങ്കിൽ ഈ ഒരു അണുനാശിനി കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അതിന്റെ സർഫസ് അല്ലെങ്കിൽ അതിന്റെ ഉപരിതലമൊന്നും ഒരിക്കലും തുരുമ്പെടുക്കാൻ പാടില്ല.
ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഈ ബ്ലീച്ചിങ് പൗഡറിനേക്കാൾ കുറച്ചും ഈ ബ്ലീച്ചിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ വീണാൽ എന്താ പറ്റുക, ഡ്രസ്സിലൊക്കെ കളർ വ്യത്യാസം വരും അല്ലെ, കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോവാ ഒരു ഭാഗം, കണ്ടിട്ടുണ്ടോ? യൂസ് ചെയ്യാനുള്ള വീട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തപ്പോ ശ്രദ്ധിച്ചു കാണുമായിരിക്കും അല്ലെ. അപ്പൊ അവിടെ വൈറ്റ്, ഇപ്പൊ വേറെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് വൈറ്റനിങ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആ ഭാഗമൊക്കെ ദ്രവിച്ച് പൊടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അല്ലെ, പൊള്ളി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ആണെങ്കിൽ അതിന് അങ്ങനെയുള്ള പ്രോപ്പർട്ടി ഒന്നും വേണ്ടാന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു മെറ്റൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോ അതൊരിക്കലും തുരുമ്പ് പിടിക്കാനോ നശിച്ചു പോകാനോ പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ തുണിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ റബ്ബറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ പ്ലാസ്റ്റിക് ഐറ്റംസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ മറ്റേതൊരു മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴും ഒരിക്കലും ആ ഒരു മെറ്റീരിയലിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി ഇതിനുണ്ടാവരുത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻ. നമുക്കറിയാം ഈ ഡിസിൻഫെക്റ്റന്റ് ഏത് വാങ്ങുമ്പോഴും അതിന് പുറമെ ലേബൽ ചെയ്ത് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിനനുസരിച്ചല്ലേ നമ്മൾ കോൺസെൻട്രേഷൻ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നേ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ ലേബൽ ഡയറക്ഷൻസ് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് ആ ഡയറക്ഷൻസ് അല്ലെങ്കിൽ അതിലെഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാനും എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനും കഴിയുന്നവയായിരിക്കണം. നെക്സ്റ്റ് വൺ പറയുന്നത് should have a congenial order or no order to facilitate this routine use. ഇത് ദിവസേന നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു കൺജീനിയൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു സ്മെൽ അല്ലെങ്കിൽ ഒരു മണം അല്ലെ. നമുക്ക് ചില ഡിസിൻഫെക്റ്റന്റ് വളരെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെയധികം കുത്തുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്നിനെങ്കിലും സ്മെല്ലൊന്നും വേണ്ട, ഒന്നില്ലെങ്കിൽ യാതൊരു സ്മെല്ലും പാടില്ല. ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം, നമുക്ക് കുറച്ച് സുഖകരമായിട്ട് നമുക്ക് ശ്വസിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്തിങ് തരുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണെങ്കിൽ അതാണ് അനുയോജ്യം. നെക്സ്റ്റ് പറയുന്നത് should not be prohibitively high in cost. ഒരിക്കലും അതൊരു ഉയർന്ന കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് മുടക്കി അത് വാങ്ങേണ്ടതായിട്ട് വരരുത്. ഒരു മീഡിയം, നമുക്ക് എല്ലാവർക്കും മീഡിയം ആവറേജ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ആയിരിക്കണം അതായിരിക്കേണ്ടത്. ആൻഡ് ഷുഡ് ബി സോലബിൾ ആസ് വാട്ടർ. നമ്മുടെ വാട്ടറിലെ പോലെ തന്നെ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരിക്കണം. ആൻഡ് ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡയറക്ഷൻ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വാങ്ങുന്ന ഏത് ബോട്ടിലോ അല്ലെങ്കിൽ പാക്കറ്റിലോ ഒക്കെ വാങ്ങുമ്പോൾ അത് വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ളതൊന്നും ആയിരിക്കില്ല, നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു പൗഡർ എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിലോ എന്തെങ്കിലും അവർ പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് ഏതിലാണോ ഡൈല്യൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ നേർപ്പിച്ചാണ് ഉപയോഗിക്കുക. ശരിയല്ലേ? നമ്മൾ നേർപ്പിച്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലെ, ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വൃത്തിയാക്കുന്നതിനുള്ള നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉള്ളവയായിരിക്കണം. ആൻഡ് ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓർ ഡിസ്പോസൽ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ പോക്കറ്റ്സോ അല്ലെങ്കിൽ ഇതിന്റെ കവേഴ്സോ കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്, നിർമ്മാർജ്ജനം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് ആ ഒരു എൻവയോൺമെന്റിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യരുത്. ഇത്രയും നമ്മുടെ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്, ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം അല്ലെങ്കിൽ മൈക്രോബ്സിനെതിരെ നല്ല രീതിയിൽ എന്താണ് പെരുമാറാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു വിപുലമായ കഴിവ് അല്ലെങ്കിൽ ശേഷി ഉണ്ടായിരിക്കണം. പെട്ടെന്ന് നമുക്ക് അവയെ നശിപ്പിക്കാനോ കൊല്ലാനോ സാധിക്കണം. അതുപോലെ ഓർഗാനിക് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയായിരിക്കണം. അതുപോലെ സോപ്പോ ഡിറ്റർജന്റോ മറ്റു കെമിക്കൽസുമായിട്ട് ഒരുമിച്ച് അനുയോജ്യമായിട്ട് നമുക്ക് അതിന്റെ കൂടെ അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കണം. അതൊരിക്കലും അത് ഉപയോഗിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പേഷ്യൻസിനോ ഒന്നും ഒരിക്കലും ഡേഞ്ചറസ് ആവരുത്, അപകടകരമാവരുത്. അതുപോലെ ഇൻസ്ട്രുമെന്റ്സ്, മെറ്റാലിക് സർഫസ് മുതലായവയുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ അത് തുരുമ്പ് പിടിക്കാൻ കാരണമാവരുത്. അതോടൊപ്പം തന്നെ ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക് മറ്റ് മെറ്റീരിയൽസുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴും അത് നശിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ഇതിന്റെ പ്രോപ്പർട്ടി ഉണ്ടാവരുത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അവർക്ക് എഴുതിയിരിക്കുന്ന ക്ലിയർ ലേബൽ ആയിട്ടുള്ള ലേബലിന്റെ ഡയറക്ഷൻസ് അനുസരിച്ച് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി നമുക്ക് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ സ്മെൽ എന്ന് പറയുന്ന ഈ ഓർഡർ അല്ലെങ്കിൽ മണം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നോ ഓർഡർ ആയിരിക്കണം. മണം ഉണ്ടാവരുത്, കാരണം ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. മണം ഉണ്ടാവും, അല്ലെങ്കിൽ മണം ഉണ്ടെങ്കിൽ തന്നെ ഒരു സുഖകരമായിട്ടുള്ള ഒരു സ്മെൽ അല്ലെങ്കിൽ മണമായിരിക്കണം.
അതുപോലെ ഒരിക്കലും ഉയർന്ന വില ഉണ്ടാവരുത്, എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് ആയിരിക്കണം. ആ വാട്ടറിൽ നമുക്ക് സോലുബിൾ ആക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലയിപ്പിക്കാൻ പറ്റുന്നവയായിരിക്കണം. അതുപോലെ ഒരു സ്റ്റഡി കോൺസെൻട്രേഷൻ ആയിരിക്കണം. അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കണം. നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന സമയത്ത് അത് പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും വരുത്തുകയും പാടില്ല. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടെ. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. സോലുബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക, വാട്ടറിൽ ലയിപ്പിക്കാൻ പറ്റുന്നവരായിരിക്കും. വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചില്ല നമ്മൾ സാധാരണ ഇതുപോലെയുള്ള ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ലിക്വിഡ്സ് ആണെങ്കിലും പൗഡർ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്തേ ലയിപ്പിക്കാൻ പറ്റുന്നവരായിരിക്കണം. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പ്രോപ്പർട്ടീസ് ക്ലിയർ അല്ലേ? ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് ചലഞ്ചസ്. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മിക്ക ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചലഞ്ചസ് പഠിക്കുന്നുണ്ടാവാം. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികള് ഫസ്റ്റ് വൺ പറയുന്നത്, ഇതും ചോദിക്കാറുണ്ട്, ഏതൊക്കെയാണ് ചലഞ്ചസിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് കൺസിഡർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. ശരിയല്ലേ? നമുക്കൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വന്നിട്ട് ക്ലീനിങ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുമ്പോൾ അതെനിക്ക് ശരിക്കും ഒരു മുൻഗണന കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുറഞ്ഞ മുൻഗണനയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ? നല്ലൊരു ഒരു ഉയർന്ന നിലവാരത്തിലുള്ള നന്ദിയായിട്ടാണോ നമ്മൾ കണക്കാക്കുക? സാധാരണയായിട്ട് ഇതിനെ കണക്കാക്കുന്നത് കുറഞ്ഞ പ്രയോറിറ്റി അല്ലെ, വളരെ കുറഞ്ഞ മുൻഗണനയുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഒന്നാമത്തെ ചലഞ്ചാണ്. ഇവർ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്. ഇതിനെ നമ്മൾ അധികം ആൾക്കാർ ആരും ഒരിക്കലും അതൊരു നല്ല ജോലിയാണ്, നല്ലൊരു പ്രവർത്തനമായിട്ട് കണക്കാക്കാറില്ല. വളരെ കുറഞ്ഞ മുൻഗണനയുള്ള പ്രവർത്തനമായിട്ട് തന്നെയാണ്, പ്രയോറിറ്റി ഒന്നും കൊടുക്കാത്ത ഒരു പ്രവർത്തനമായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഇവിടെ ആ ഒരു പ്രവർത്തനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക പരിമിതികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകാൻ പ്രോബ്ലം ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ സർവീസ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് മതിയായിട്ടുള്ള ഫണ്ടുകൾ വേണം അല്ലെ, പണം വേണം, അല്ലെങ്കിൽ മതിയായിട്ടുള്ള മൂല്യം ഉള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെയുള്ള പണം കാര്യങ്ങൾ സോഴ്സസ് വേണം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതും ഇവര് നേരിടുന്ന ഒരു ചലഞ്ചാണ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാല് മാൻ പവർ ഷോർട്ടേജ്. മതിയായിട്ടുള്ള ജീവനക്കാരുടെ അഭാവം. ആവശ്യമായിട്ടുള്ള ജീവനക്കാര് ഇത് വർക്കാവാൻ അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കാനായിട്ട് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മതിയായ ജീവനക്കാരുടെ ലാക്ക് ഓഫ് എംപ്ലോയീസ് ആണ്. അവിടെ മതിയായ ജീവനക്കാര് അവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതും ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ അൺവില്ലിംഗ് സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ മേൽനോട്ടം വഹിക്കുന്നതിനുള്ള വിമുഖത. അപ്പൊ പല ആളുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ട് അല്ലെ, വലിയ മുൻഗണനയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ആരും കണക്കാക്കാത്തത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സൂപ്പർവിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി
എംപ്ലോയീസിനെ നമ്മളെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിയമിക്കാൻ വരുമ്പോൾ പല ആളുകളും അതിന്റെ വിമുഖത കാട്ടുന്നു അല്ലെങ്കിൽ അൺവില്ലിങ്സ് കാട്ടുന്നു. അതും ഇവിടെ ഈ ഒരു ചലഞ്ചസ് ആയിട്ട് പറയാൻ പറ്റും. ശരിയായ രീതിയിൽ മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഓർഡറായിട്ട് നീറ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സൂപ്പർവിഷൻ നടത്താനായിട്ട് എംപ്ലോയീസ് വിമുഖത കാട്ടുകയാണെങ്കിൽ അതും ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ലാക്ക് ഓഫ് അവയർനെസ്, അതുപോലെ ഇവിടുത്തെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മതിയായിട്ടുള്ള ഒരു അവബോധമില്ലായ്മ. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഓരോ ഏരിയാസും ക്ലീൻ ചെയ്യേണ്ടത്, എങ്ങനെ സാനിറ്റൈസ് ചെയ്യണം, എങ്ങനെയാണ് ഓരോന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും വ്യക്തമായിട്ടൊരു ബോധം അല്ലെങ്കിൽ ആ ഒരു അവബോധം ഇല്ലാത്തതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതും ഇവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററാക്ഷൻസ്. അവിടുത്തെ എംപ്ലോയീസിനിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. ലാസ്റ്റ് വൺ ആണ് തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. മോഷണങ്ങളോ ചിലപ്പോ കുറെ അധികം സാധനങ്ങൾ വേസ്റ്റ് ആക്കുക അല്ലെങ്കിൽ പാഴാക്കുകയോ ചെയ്താൽ അതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ചലഞ്ചസിൽ വരുന്നത്? കൺസിഡർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, വളരെ മൂല്യം കുറഞ്ഞ അല്ലെങ്കിൽ വളരെ മുൻഗണനയൊന്നും കൊടുക്കാത്ത താഴ്ന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് സാധാരണയായിട്ട് പരിഗണിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞത് സാമ്പത്തിക പരിമിതികൾ. മതിയായിട്ടുള്ള ഫിനാൻസ് അല്ലെങ്കിൽ മതിയായിട്ടുള്ള പണമോ ഫണ്ടോ സോഴ്സസോ ഒന്നും നമുക്ക് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലഭിക്കുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവാം. മാൻ പവർ ഷോർട്ടേജ്, മതിയായിട്ടുള്ള എംപ്ലോയീസിന്റെ അഭാവമാവാം. അൺവില്ലിംഗ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു വളരെ താഴ്ന്ന ഒരു പ്രവർത്തനമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇതിന് മേൽനോട്ടം കൊടുക്കാനായിട്ട് സൂപ്പർവിഷൻ നടത്താനായിട്ട് എംപ്ലോയീസിലെ പല ആളുകളും ചിലപ്പോൾ വിമുഖത കാട്ടിയേക്കാം. അത് ഒരു പ്രോബ്ലം ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ശരിയായ രീതിയിൽ എങ്ങനെ ഓരോ ഇടങ്ങളും ക്ലീൻ ചെയ്യണം, എങ്ങനെ സാനിറ്റൈസ് ചെയ്യണം, എങ്ങനെ ഓരോന്നും ഓർഡർ ആയിട്ട് ചെയ്ത് പൂർത്തിയാക്കണം, അതിനെ കുറിച്ചൊന്നും വലിയ അവബോധമില്ല, ഈ ബോധമില്ലാത്തൊരവസ്ഥ, ഒരു അവബോധമില്ലായ്മ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകും. കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ് എന്ന് പറഞ്ഞാല് അവിടെയുള്ള എംപ്ലോയീസ് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാവുന്നത്. അതുപോലെ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ മോഷണങ്ങൾ നടക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റേജ് ഒരുപാട് പാഴാക്കലുകൾ നടത്തുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ടാ. ടീച്ചറിനൊക്കെ കുറച്ചധികം ദിവസത്തേക്ക് ലീവാണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് കയറിയത്. പകരം മിസ്സിന് എന്ത് പറ്റിയെന്നോ, മിസ്സിന് കുറച്ച് മാസങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ ലീവ് എടുത്തതാണ്. വായിച്ച ടൈം ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ചെയ്യേണ്ട ജോലികൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ ആണ് മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് containing the cleanliness of all rooms and public areas every day. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്ന ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ
ദിവസേനയുള്ള ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ദിവസേനയുള്ള ഡെയിലിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആര് നിരീക്ഷിക്കണം, ആര് മോണിറ്റർ ചെയ്യണം? ഈ ഹൗസ് കീപ്പിംഗ് മാനേജർ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള, നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടാം? എല്ലാ റൂംസും അവർ വൃത്തിയാക്കിയോ, എല്ലാ പബ്ലിക് ഏരിയാസും എല്ലാ ദിവസവും അവർ ക്ലീൻ ചെയ്തോ, അങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കേണ്ടതിനുള്ള ഉത്തരവാദിത്തമാർക്കാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർക്കാണ്. സെക്കൻഡ് പോയിന്റില് ലീവ് ഹയർ അൺട്രെയിൻഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് to stick to high standards of cleanliness and customer containment. രണ്ടാമതായി പറയുന്നത്, ഇവിടെ ആവശ്യമാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ നമുക്ക് എന്ത് ചെയ്യാം? നിയമിക്കാം. ആർക്ക് നിയമിക്കാം? ഈ ഹൗസ് കീപ്പിംഗ് മാനേജർക്ക് നിയമിക്കാം. അത് നിയമിച്ചാൽ മാത്രം പോരാ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, അവരെ നയിക്കുക. എന്തിനു വേണ്ടി? To stick to high standards of cleanliness, വൃത്തിയുമായി ബന്ധപ്പെട്ട ഉയർന്ന ഒരു നിലവാരം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും കസ്റ്റമേഴ്സിന്റെ കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞ സംതൃപ്തി, കേട്ടോ, കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ആവശ്യമാണെങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് നിയമിക്കാം. അതുപോലെ തന്നെ അവർക്ക് പരിശീലനങ്ങൾ നൽകാം, അവരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാം അല്ലെങ്കിൽ നയിക്കാം. മൂന്നാമത്തത്, സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, take inventory and make sure that of adequate cleaning supplies. അതുപോലെ തേർഡ് വൺ പറയുന്നത്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകളിൽ മേൽനോട്ടം വഹിക്കുക. അവിടെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെ ഐറ്റംസ് ഓൾറെഡി നിലവില് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതിന്റെ ആ ഒരു വിവര പട്ടികകൾ ഇൻവെന്ററീസ്, ഒരു വിവര പട്ടിക, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഉപകരണങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ടോ അതിന്റെ ഒരു വിവര പട്ടികകൾ തയ്യാറാക്കുകയും അതിൽ നിന്നും എന്ത് ചെയ്യുക? മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ്, അതായത് മതിയായിട്ടുള്ള ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മതിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. Then document areas cleaned by housekeeping attendants and report any problem of such room damage or maintenance request to the front office. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താ? ഈ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് അല്ലെങ്കിൽ ആ എംപ്ലോയീസ് അവര് ക്ലീൻ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഓരോ ദിവസം ഏതൊക്കെ ഏരിയാസ് ഓരോരുത്തർ ക്ലീൻ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്ത് രേഖപ്പെടുത്തി വെക്കണം. ആൻഡ് റിപ്പോർട്ട് എനി പ്രോബ്ലം, ഇനി ഇവർ ക്ലീൻ ചെയ്യുന്ന ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രോബ്ലംസ്, ഇപ്പൊ റൂം എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പൊ മെയിന്റനൻസോ കാര്യങ്ങളോ വേണമെങ്കിൽ അതൊക്കെ ഉടനെ തന്നെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതിനുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ കൊടുക്കുക. Next one, make sure that all cleaning equipment is in proper working condition and make arrangement for repair as needed. എന്താണ് അവിടെ എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റുകളും ശരിയായ രീതിയിൽ വർക്ക് കണ്ടീഷനിലാണോ, അതുപോലെ തന്നെ ഉറപ്പുവരുത്തണം. ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് റിപ്പയർസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റുകളും ചെയ്തു കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത്, റെക്കമെൻഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിനോട് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സർവീസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയതായിട്ടുള്ള മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിൽ, ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകൾ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തേക്ക് കൊടുക്കുക. Then make sure that complies with safety and sanitation policies. ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് സേഫ്റ്റി അതുപോലെ സാനിറ്റേഷൻ പോളിസികളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. ആൻഡ് ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾ. അവർ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് കൃത്യമായിട്ടുള്ള സ്റ്റാഫിംഗ് ഷെഡ്യൂൾ, എത്ര മണി മുതൽ എത്ര മണി വരെ വർക്ക് ചെയ്യണം, എത്ര സമയമാണ് അവരുടെ ഷിഫ്റ്റിംഗ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ ഒരു സ്റ്റാഫിംഗ് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്രയും ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ദിവസേനയുള്ള എല്ലാ പ്രവർത്തനവും, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് എല്ലാ റൂംസും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ, എല്ലാ പബ്ലിക് ഏരിയാസും എല്ലാ ദിവസവും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കേണ്ടത് ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സെക്കൻഡ് വൺ പറഞ്ഞത്, ആവശ്യമാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ഇവർക്ക് നിയമിക്കാം, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാം, അവരെ നയിക്കാം.
എന്തിനു വേണ്ടിയാണ്? വളരെ വൃത്തിയുള്ള വൃത്തിയുടെ കാര്യത്തിൽ ഒരു ഉയർന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന നിലവാരം പാലിക്കുന്നതിന് വേണ്ടിയും അതുപോലെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ സംതൃപ്തി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് എംപ്ലോയീസിനെ നിയമിക്കാം, അവർക്ക് നല്ല രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുക, അവരെ നല്ല രീതിയിൽ നയിക്കുക. മൂന്നാമത്തത് സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകളിൽ മേൽനോട്ടം വഹിക്കുക, അവിടുത്തെ ആ ഒരു എല്ലാ സാധനങ്ങളുടെയും വിവര പട്ടികകൾ തയ്യാറാക്കുക, അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള ക്ലീനിങ് സാധനങ്ങളും മതിയായ അളവിൽ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് document areas cleaned by housekeeping attendants and report any problem such as food damage or maintenance request to the front office. ഇവരെ ഓരോ ദിവസവും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള് ക്ലീൻ ചെയ്യുന്ന ഏരിയാസ്, ഓരോ ദിവസം ക്ലീൻ ചെയ്ത ഏരിയാസ് ഏതൊക്കെ ഏരിയാസ് ആണ് ക്ലീൻ ചെയ്തതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ രേഖപ്പെടുത്തി വെക്കാൻ മാത്രമല്ല, എന്തെങ്കിലും ആ റൂമുകളൊക്കെ ഓരോന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് റൂമിൽ എന്തെങ്കിലും ഡാമേജ് കണ്ടോ അല്ലെങ്കിൽ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഫ്രണ്ട് ഓഫീസിലേക്ക് അതിനുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ കൊടുക്കുക. Then make sure that all cleaning equipment is in proper working condition and make arrangement for repair as needed. അതുപോലെ തന്നെ എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലാണോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ആവശ്യമാണെങ്കിൽ റിപ്പയർസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്യുക. Then ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിലോ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ഒക്കെ മാനേജ്മെന്റിനോട് അതിനുള്ള ശുപാർശകൾ നൽകുക. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ പോളിസികള് വ്യക്തമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ വർക്ക്. ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ സ്ഥാപിപ്പിക്കുക. അതുപോലെ ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ്. സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവരുടെ ജോലി വർക്കിംഗ് ടൈമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ ഷെഡ്യൂൾ സമയങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വേഗം ഒന്ന് വായിക്കട്ടെ. ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമായിരുന്നു കേട്ടോ. ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കാറുണ്ടേ. അതില് ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഭാഗവും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമ്മുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഒരു ചാപ്റ്റർ പെൻഡിങ് കിടപ്പുണ്ട് അല്ലെ? ഓൾറെഡി ട്രീസ മാം എടുത്ത ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ മോഡ്യൂൾ 3 ഹൗസ് കീപ്പ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ?
റിക്രൂട്ട്മെന്റ് തുടങ്ങിയല്ലേ മിസ്സിന്റെ റിക്രൂട്ട്മെന്റ് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലേ ഇനി എടുക്കാനുള്ളത്? അതല്ല ഡെവലപ്മെന്റ് തുടങ്ങിയല്ലേ? ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയതല്ലേ മിസ്സിന് എടുത്ത് പറഞ്ഞേ? ഓക്കെ ശരി. ഇപ്പോ സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓൾറെഡി മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ കുറച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം ആ ഒരു ഭാഗം കേട്ടോ. ഫുള്ളും അല്ല, നമ്മുടെ ആ ഒരു സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് മാത്രം ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ മിസ് എടുത്ത് നിർത്തിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളേ. സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും 5 elements 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്, ജീവനക്കാരെ റിക്രൂട്ട്മെന്റ് പ്രക്രിയ നടത്തുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിക്രൂട്ട്മെന്റ് പോളിസി. എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ? റിക്രൂട്ട്മെന്റ് പോളിസി ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസി നമ്മൾ എങ്ങനെയാണോ റിക്രൂട്ട്മെന്റ് ചെയ്തത് അല്ലെ, ഹൗ യു ഹയർ അല്ലെ, നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ, എങ്ങനെയാണ് ഒരു വ്യക്തിയെ നിയമിക്കുന്നത് അല്ലെ എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത് എന്നതിനുള്ള വ്യക്തവും ട്രാൻസ്പാരന്റുമായിട്ടുള്ള ഒരു പോളിസികൾ നമ്മൾ സ്ഥാപിക്കുകയാണ് റിക്രൂട്ട്മെന്റ് പോളിസിയിലൂടെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കണക്ട് ചെയ്ത് പറഞ്ഞോട്ടോ. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയാൻ പേര് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു റിക്രൂട്ട്മെന്റ് എങ്ങനെയാണോ ആ ഒരു സ്ഥാപനം റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നിയമനം നടത്താൻ പോകുന്നത്, അത് എങ്ങനെയാണോ നിയമനം നടത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട്, നിയമനം നടത്തുന്നതിന് വേണ്ടി വ്യക്തമായിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് പോളിസികള് സ്ഥാപിക്കുക അല്ലെങ്കിൽ തയ്യാറാക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ആ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വ്യക്തമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് നിർമ്മിക്കുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? റിക്രൂട്ട്മെന്റ് പോളിസി എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല? അതാണോ റിപ്ലൈ ഇല്ലാത്ത? റിക്രൂട്ട്മെന്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ക്ലിയർ ആയില്ല മിസ് ഒന്നുകൂടി പറയണുണ്ടോ, എന്നാൽ മാത്രമേ മിസ് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടാ. അപ്പൊ അങ്ങനെയാണ് മിസ് ഒന്നുകൂടി പറയണമെന്നാണെങ്കിൽ ഒന്നുകൂടി പറയണമെന്ന് പറയുകയാണെങ്കിൽ മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം. അതല്ലാതെ നിങ്ങൾ വ്യക്തമാവാതെ ഒരിക്കലും ടെക്സ്റ്റിലേക്ക് പോയി പിന്നെ മൊത്തം കൺഫ്യൂസ്ഡ് ആയി പോകുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്റർ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറെ എളുപ്പമെന്ന് തോന്നും, പക്ഷെ കൺഫ്യൂഷൻ വരാനായിട്ട് ബുദ്ധിമുട്ട് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് കേട്ടോ. റിക്രൂട്ട്മെന്റ് പോളിസി നിങ്ങൾ ഒരുപാട് വലിച്ചു വാരിയൊന്നും പഠിക്കണ്ട. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമ്മളൊരു സ്ഥാപനത്തില് നിയമനം നടത്താൻ പോകുന്നു. കുറച്ച് എംപ്ലോയീസിനെ നമുക്ക് വേണം, നമുക്ക് നിയമനം നടത്തണം. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആ നിയമനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഒബ്ജക്റ്റീവ്സ്, കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ, ഈ ഒരു നിയമനത്തിന് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനെ മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി നമ്മൾ ആ ഒരു റിക്രൂട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് നിർമ്മിക്കുന്നു. എന്ന് വെച്ചാല് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉൾപ്പെടുത്തി ഒരു പോളിസി തയ്യാറാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എങ്ങനെ നിയമനം നടത്താം, ഒരു നിയമനം നമുക്ക് റിക്രൂട്ട്മെന്റ് നമുക്ക് എങ്ങനെ നടത്താം, അതെങ്ങനെ നടത്തേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു പോളിസികള് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയേഴ്സ്, അതിൽ ഉൾപ്പെടുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കണമെന്ന് സ്ഥാപിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിനെയാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ റിക്രൂട്ട്മെന്റ് പോളിസി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയുന്ന പ്രൊസീജിയേഴ്സിലൂടെ ആയിരിക്കും നമ്മൾ ആ ഒരു നിയമനം നടത്തുക. ക്ലിയർ ആണോ? എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് മനസ്സിലായോ? ഓക്കെ, അത്രയും മാത്രം ആദ്യത്തെ ഭാഗത്ത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരുപാട് വാരി വലിച്ചൊന്നും പഠിക്കേണ്ട, അത്രയും മാത്രം മനസ്സിലാക്കുക കേട്ടോ. ആ ഒരു ഫസ്റ്റ് പോയിന്റ് ചോദിക്കാറുണ്ട്. റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. നമ്മൾ എങ്ങനെയാണോ നിയമനം നടത്താൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് റിക്രൂട്ട്മെന്റ് പോളിസി. ശരിയല്ലേ? നമ്മൾ എങ്ങനെയാണോ ആ എംപ്ലോയീസിനെ നിയമനം നടത്തുന്നത് അതിനെ കുറിച്ചുള്ള ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അല്ലേ ആ ഒരു പോളിസിയിൽ പറയുന്നത് അല്ലേ? ആണല്ലോ? ആണോ? ആണോ? മിസ് പറഞ്ഞപ്പോ അങ്ങനെയല്ലേ മനസ്സിലായത്? അത് ആ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട്.
ഇനി അതിലെ കുറച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 4 പോയിന്റ് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഓൾറെഡി റിസർച്ച് എടുത്തതായിരിക്കും, എന്നാലും റിസർച്ച് ജസ്റ്റ് റിവൈൻഡ് ചെയ്തതാണ്. 4 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇത് പാലിക്കേണ്ട അല്ലെങ്കിൽ ഇതിനോട് പ്രതിബദ്ധതയുള്ളത് ആർക്കാണ് വേണ്ടത്? അവിടെ നിയമിക്കുന്ന എംപ്ലോയീസിനാണോ അതോ എംപ്ലോയർക്കാണോ? ആർക്കാ വേണ്ടേ? ആ ഒരു കമ്മിറ്റ്മെന്റ് ആർക്കാ ഉണ്ടാവേണ്ടേ? ഈ പറയുന്ന കാര്യങ്ങൾ പാലിച്ചു കൊള്ളാം, അല്ലെങ്കിൽ അതിന് പ്രതിബദ്ധത ആർക്കാണ് ഉണ്ടാവേണ്ടത്? അല്ലെങ്കിൽ ഇത് ആരെ ബാധിക്കുന്ന പ്രിൻസിപ്പിൾ ആണ്? പറയാൻ പറ്റോ? എംപ്ലോയീസിനെയാണോ എംപ്ലോയറെയാണോ? തൊഴിലാളികളെയാണോ അല്ലെങ്കിൽ ആ തൊഴിലുടമസ്ഥരെയാണോ അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന ആളെയാണോ? എംപ്ലോയറുടെ ആണ് കേട്ടാ. തൊഴിൽ നൽകുന്ന ഒരു തൊഴിലുടമയിലെ അദ്ദേഹം പാലിക്കേണ്ട കുറച്ച് പൊതുവായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്നത്. മാറിപ്പോകരുതേ. ദാറ്റ് ഇൻവോൾവ്സ് എ കമ്മിറ്റ്മെന്റ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയറുടെ പ്രതിബദ്ധതയാണ് ഈ പൊതുവായിട്ടുള്ള ഈ പറയുന്ന ചില തത്വങ്ങൾ പാലിക്കുക എന്നുള്ളത്. പറയുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മളൊരു റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് നമ്മളൊരു എംപ്ലോയർ ആയിട്ട് നമ്മളൊരു തൊഴിലുടമയായിട്ട് നിൽക്കണം. നമുക്ക് കുറച്ച് തൊഴിലാളികളെ വേണം. നമ്മളൊരു റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പോവാണ്, നമ്മളൊരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമ്മളൊരു നിയമനം നടത്താൻ പോകുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് എംപ്ലോയീസിൽ നിന്നും ആപ്ലിക്കേഷൻസ് വരും അല്ലേ? ഒരുപാട് എംപ്ലോയീസിൽ നിന്നും ആപ്ലിക്കേഷൻസ് വരും. ആ വരുന്ന എല്ലാ എംപ്ലോയീസിനെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? വരുന്ന എല്ലാ എംപ്ലോയീസിനെയും തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും, അതായത് ഒരു എംപ്ലോയർ എന്ന നിലയിൽ, തൊഴിലുടമ അല്ലെങ്കിൽ ഒരു തൊഴിൽ കൊടുക്കുന്ന ആൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ഒരു തത്വമാണ് ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും വേണ്ടി ഏറ്റവും അനുയോജ്യരായിട്ടുള്ള മികച്ച എംപ്ലോയറിനെ അല്ലെങ്കിൽ മികച്ച ജീവനക്കാരെ സെലക്ട് ചെയ്യാന്നുള്ളത്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് അത് നമ്മൾ പാലിക്കേണ്ടത്. തൊഴിലുടമ എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ്. ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ഏറ്റവും യോഗ്യതയുള്ള മികച്ച ആളെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ആകെ ഷെബിനെ മാത്രം റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. Then second one, to employ the best and most promising of those hired. അപ്പൊ നമ്മൾ ഈ നിയമിക്കുന്ന ആളുകളോട് കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും അല്ലെ? ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊരു ജോലി കൊടുക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അവരോട് പറയും, നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റുകൾ കിട്ടും, ഇത്ര രൂപ സാലറി കിട്ടും ഇല്ലേ? പറയില്ലേ? ഇത്ര മാസം നിങ്ങൾ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ പീരീഡോ അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡോ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രൊമോഷൻസ് കിട്ടും, അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ അങ്ങനെ ആ എംപ്ലോയീസ്, അതായത് നമ്മൾ നിയമിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് മികച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ദോസ് ഹയർഡ്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോമിസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് ആയിട്ട് നമ്മൾ അത് നടപ്പിലാക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ. തേർഡ് വൺ എന്ന് പറയുന്നത് ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. അവിടെ നമ്മൾ നിയമിച്ചിട്ടുള്ള ജീവനക്കാർക്ക് അവരുടെ ലൈഫ് ടൈം ആയിട്ട് അവരുടെ ജീവിത കാലയളവിലുടനീളം അവരവിടെ വർക്ക് ചെയ്ത ആ കാലയളവിലുടനീളം അവരുടെ ആ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് നല്ല ഫേവറബിൾ ആയിട്ടുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവരുടെ കരിയറിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ അല്ലെങ്കിൽ കരിയേഴ്സ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുക. ഫോർത്ത് വൺ ആണ് കേട്ടോ. തേർഡ് വൺ ആണ് പറയുന്നത് ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. അപ്പൊ അവരവിടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അല്ലെ, അപ്പോഴാണ് അക്രമാളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവരവിടെ പിരിഞ്ഞു പോയാലും നമ്മൾ അവരുടെ നോക്കേണ്ട കാര്യമില്ല. അവരവിടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇംപ്രൂവ്മെന്റ്സോ ഡെവലപ്മെന്റ്സോ ഒക്കെ നടത്തുന്നതിന് ആവശ്യമായ അനുയോജ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുക. ക്ലിയർ ആണോ? തേർഡ് വൺ മനസ്സിലായോ? ഓക്കെ. Fourth one ആണ് to provide programmers and programs അല്ല ട്ടോ, programs ആണ് to provide programs and facilities for personal growth on the job.
അതുപോലെ തന്നെ അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വളർച്ചയാവാം, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാമുകളും പലതരത്തിലുള്ള സൗകര്യങ്ങളും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഈ 4 കാര്യങ്ങളും ഒരു എംപ്ലോയർ കമ്മിറ്റ്മെന്റോടുകൂടി പ്രതിബദ്ധതയോടുകൂടി പാലിക്കേണ്ട കാര്യങ്ങളാണ്, ഈ പാലിക്കേണ്ട പൊതുവായിട്ടുള്ള തത്വങ്ങളാണ്. അത് എംപ്ലോയർ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെയാണ് റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ജനറൽ പ്രിൻസിപ്പിൾസ്, എംപ്ലോയറിന്റെ കമ്മിറ്റ്മെന്റോടുകൂടി എംപ്ലോയർ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് 4 പറയുന്നത്. ക്ലിയർ ആണോ? റിക്രൂട്ട്മെന്റ് പോളിസി എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ഫോർത്ത് പോയിന്റ്. ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞേ? ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്ന നമ്മൾ ഓൾറെഡി ആളുകളെ ജീവനക്കാരെ നിയമിച്ചു കഴിയുമ്പോൾ അവർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ട് ഗ്രോത്ത് വളർച്ച ഉണ്ടാവണം, അതുപോലെ തന്നെ അവരുടെ ജോലിപരമായിട്ടും വളർച്ച ഉണ്ടാവണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകള്, ഫെസിലിറ്റികൾ, മറ്റു സൗകര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഇതൊരു അറേഞ്ച്മെന്റ് ആണ്. അതായത് നമ്മള് ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടത്താൻ നമ്മൾ പോവുകയാണ്, അപ്പൊ അതിനുവേണ്ടി പോളിസി ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചു അല്ലെ. ഒരു കഥ പോലെ കേൾക്കണേ, ഒരു പോളിസി തയ്യാറാക്കി വെച്ചു. ഇനി നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്താൻ തുടങ്ങി, നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്താൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥാപനത്തില് റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ ആരായിരിക്കണം ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടീമില് ആരൊക്കെ വേണം, അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള റോൾസ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഓരോരുത്തർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അനുവദിച്ച് നൽകും ഇല്ലേ. അപ്പൊ ഇവിടെ ഇതിൽ പറയുന്നത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് no general procedure for hiring new staff which is applicable to all business enterprise. അതായത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒരേ രീതിയിൽ തന്നെ നിയമനം നടത്തണമെന്ന് യാതൊരു അങ്ങനെ ഒരു പൊതുവായ പ്രൊസീജിയേഴ്സ് ഒന്നും ഒരിക്കലുമില്ല. മനസ്സിലായോ? ഓരോ സ്ഥാപനത്തിനും അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ഇഷ്ടാനുസരണമുള്ള നടപടിക്രമങ്ങളിലൂടെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നിയമനം നടത്താം. എല്ലാവർക്കും പൊതുവായിട്ട് ഇന്നൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർക്ക് ഓരോ സ്ഥാപനങ്ങൾ, ഞാനൊരു സ്ഥാപനം നടത്തുവാണെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ഉള്ള നടപടിക്രമങ്ങളിലൂടെ എന്ത് ചെയ്യാം? റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നിയമനം നടത്താം. അപ്പൊ ഇവിടെ പറയുന്നത് അപ്പൊ അങ്ങനെ നിയമനം നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും പോളിസികളും ഉപയോഗിച്ചാണ് നമ്മൾ നടത്തുന്നത്. അതിനനുസരിച്ച് വളരെ മിനിമം പോസിബിൾ കോസ്റ്റ്, വളരെ ചെറിയ തുക അല്ലെ, വളരെയധികം സാധ്യത ഏറ്റവും ചെറിയ ചിലവിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് ആവശ്യമായ എണ്ണത്തിലുള്ള എംപ്ലോയീസിനെ നിയമിക്കുക എന്ന് പറയുന്നതാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. അപ്പൊ അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുമല്ലോ നമ്മള് അല്ലെ. പോളിസി പ്രൊസീജിയേഴ്സ് ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനിൽ ശരിക്കും പറയുന്നത്. അതായത് ആരൊക്കെ ആ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ആ റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആരെങ്കിലും ഉൾപ്പെടുമല്ലോ. ഇപ്പൊ മാനേജേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ അവരുടെ മറ്റ് എംപ്ലോയീസിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഉയർന്ന സീനിയോറിറ്റി ഉള്ള സൂപ്പർവൈസേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാമല്ലോ. റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ നമുക്ക് അറിയാലോ, അവർക്ക് തെരഞ്ഞെടുക്കണമെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ അവരുടെ ടീമിൽ ഉൾപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ ടീമിൽ ആരൊക്കെയാണ് നമ്മൾ ചുമതല കൊടുക്കേണ്ടത്, അങ്ങനെ റോൾസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ അസൈൻ ചെയ്ത് നൽകുന്നതിനെയാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ മനസ്സിലായോ? ഇതാണ് ഇത് റിപ്ലൈ ഇല്ലാത്ത, ഒന്നുകൂടി പറയണമെന്നോ? റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് ഇത്ര മാത്രം മനസ്സിലാക്കാം. ഇത് നമ്മള് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസി പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? അത് ഓരോ സ്ഥാപനത്തിന്റെയും ഇഷ്ടാനുസരണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ ആ ഒരു നിയമനം നടത്തുന്നത്. അതിലങ്ങനെ പൊതുവായിട്ടുള്ള ഒരു നിയമങ്ങളോ നടപടിക്രമങ്ങളോ ഒന്നുമില്ല. അത് അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ? ആരാണ് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്, ആ ഒരു ടീമിൽ ആരൊക്കെ വേണം അല്ലെ, ആരെയൊക്കെ നമുക്ക് ആ ഒരു ടീമിൽ അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് ആ ഒരു സ്ഥാപനത്തിൽ ആരെയൊക്കെ നമുക്ക് ആ ഒരു ടീമിലേക്ക് ഉൾപ്പെടുത്താം, ആർക്കൊക്കെ അതിനുള്ള ഉത്തരവാദിത്തം കൊടുക്കാം ഇല്ലേ. അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ.
നെക്സ്റ്റ് വൺ പറയുന്നത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. എന്താണ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ വേർഡിന്റെ മീനിങ് ആ ചോദിച്ചത് സർ. എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? മുൻകൂട്ടി പ്രവചിക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക അല്ലെ. ഇവിടെ ഒരു സ്ഥാപനത്തില് റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ വേക്കൻസി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്രവചിക്കണം അല്ലെ. അതായത് നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റിലൂടെ നമ്മൾ അവിടെ എത്രത്തോളം നിലവിൽ എത്രത്തോളം ആവശ്യകതകൾ വരുന്നുണ്ട്, അതായത് സ്റ്റാഫുകളുടെ ആവശ്യകതകൾ നിലവിൽ എത്രത്തോളം വരുന്നുണ്ട്, ഇനി ഭാവിയിലേക്ക് എത്രത്തോളം മാൻ പവർ നീഡ്സ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യം. അതുപോലെ എത്ര നമ്പർ ഓഫ് ആളുകൾ വേണം, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ വേണം, എന്തൊക്കെ എംപ്ലോയീസിന് ആവശ്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണുന്നതിനെയാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ജനറൽ ഐഡിയ കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ളിൽ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് നിങ്ങളെല്ലാം അതിന്റെ ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക കേട്ടോ. ഫോർകാസ്റ്റ് ഓഫ് മുൻകൂട്ടി കാണാണ് എത്രത്തോളം എംപ്ലോയീസ്, ഇപ്പൊ നിലവിൽ നമുക്ക് എത്ര എംപ്ലോയീസ് ആവശ്യമുണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് എത്ര എംപ്ലോയീസ് ആവശ്യമായി വരുന്നുണ്ട്, എത്ര നമ്പേഴ്സ് എത്ര വേണം, അതുപോലെ ഏത് തരത്തിലുള്ള ആളുകളെയാണ് വേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നതിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തില് requisition or intent for recruitment should be submitted by the line official. Line official എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഒരു ഫ്ലോറിലെയോ അല്ലെങ്കിൽ ആ ഓഫീസിലെയോ ഒക്കെ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഓഫീസേഴ്സ് ഉണ്ടാവല്ലോ, ഇൻചാർജിലുള്ള ഓഫീസേഴ്സ്. അവരെന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിലും വേണ്ട ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് എത്ര എണ്ണമാണോ അതിനനുസരിച്ചുള്ള ഒരു അഭ്യർത്ഥന ആർക്ക് കൊടുക്കും? ആർക്കാ കൊടുക്കാം? ആർക്ക് കൊടുക്കും? മാനേജ്മെന്റിന് കൊടുക്കും അല്ലെ. ഇന്നൊരു ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഇന്ന ബ്രാഞ്ചില് ഞങ്ങൾക്ക് ഇത്ര സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ആര് കൊടുക്കാണ്? ലൈൻ മാനേജറ് ആ ഒരു റിക്വസ്റ്റ് അതിനനുസരിച്ച് നിയമനം നടത്തണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇനി ആ ഒരു മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്ന ആ റിക്വസ്റ്റ് അവര് കൊടുക്കുമ്പോ തന്നെ അവർ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യാം? അല്ല. ആ മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ബ്രാഞ്ചില് ഇത്രയുമുള്ള ആളുകളുടെ ആവശ്യകതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. ഈ അഭ്യർത്ഥന പ്രകാരമുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ആവശ്യകതയുണ്ടോ എന്ന് പരിശോധിക്കും അല്ലെ. അങ്ങനെ പരിശോധിച്ചു കഴിയുമ്പോൾ ആ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥന കറക്റ്റ് ആണ് അല്ലെങ്കിൽ ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആ ഒരു മാനേജ്മെന്റ് ആ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അനുമതി നൽകുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അനുമതി നൽകുമ്പോ ആ അനുമതി നൽകി നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്യണം. അതായത് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്തല്ലല്ലോ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള പേയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ. അവരെന്ത് ചെയ്യും? മുൻകൂട്ടി കാരണം ഇത്രയും എംപ്ലോയീസിനെ നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ ഓരോ എംപ്ലോയീസിനും ഓരോ ജോബിനനുസരിച്ചാണ് കേട്ടോ. ആ ഓരോ എംപ്ലോയിക്കും നമുക്ക് ഇനിഷ്യൽ പേ അല്ലെ, നമ്മൾ അവര് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആദ്യം ആ ഒരു ആരംഭഘട്ടത്തിൽ അവർക്ക് എത്ര രൂപ ശമ്പളം നമുക്ക് നൽകാം. അതുപോലെ തന്നെ സ്കെയിൽ അതർ അലൗഡ് അഡ്മിസിബിൾ അലൗവൻസസ് മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഈ ഒരു അവസരത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഓരോ ജോലിക്കും എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ആ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ആ ലൈൻ മാനേജേഴ്സ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഇൻചാർജ് ഉള്ള മാനേജേഴ്സുമായിട്ട് കൂടിയാലോചനകൾ നടത്തി ഒരു തീരുമാനമെടുക്കുകയാണ് ഈ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റിൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് ഒന്നുകൂടി മിസ് പറയാം, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന് എത്രത്തോളം നിലവില് കറന്റ്ലി ആൻഡ് ഫ്യൂച്ചറിൽ ഒക്കെ എത്രത്തോളം എംപ്ലോയീസിനെ നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിയമനം നടത്തണം എന്നതിന്റെ ആവശ്യകത നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യാം. അത് മുൻകൂട്ടി നമ്മൾ കാണുകയാണ്. അപ്പൊ അതിന് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണ്ടി വരും, ഏത് തരത്തിലുള്ള എംപ്ലോയീസ് ആണ് ആവശ്യമായി വരുന്നത്, അങ്ങനെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആളുകളെ റിക്രൂട്ട് ചെയ്യണം. ഇപ്പൊ ഒരു ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലോ ഇപ്പൊ ഒരു 5 ആള് വേണം. നമുക്ക് 5 ആളുകളുടെ കുറവുണ്ട്. 5 ആളുകൾ വന്നാലും നമുക്ക് പ്രോപ്പർ ആയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ. 5 ആളെ നമ്മൾ നിയമിക്കണമല്ലോ.
അവനെ നിയമിക്കണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഫ്ലോറിലെയോ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിലെയോ ഒക്കെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്താണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചുമതലയുള്ള ഓഫീസേഴ്സ് ആണ് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അവർ ഇൻചാർജിലുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ലൈൻ മാനേജേഴ്സ് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ബ്രാഞ്ചിലേക്ക് 5 എംപ്ലോയീസിനെ നിയമിക്കണം. ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇന്ന ജോലികൾ ചെയ്യാനായിട്ട് 5 എംപ്ലോയി വേണം എന്ന ഒരു അഭ്യർത്ഥന ആ മാനേജ്മെന്റിന് കൊടുക്കും. ആ കിട്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആര് പരിശോധിക്കും? മാനേജ്മെന്റ് പരിശോധിക്കും. നേരെ അപ്രൂവൽ കൊടുക്കുകയല്ല ചെയ്യാം. മാനേജ്മെന്റ് പരിശോധിച്ച് ഈ ഒരു 5 വ്യക്തികളുടെ ആ ഒരു ആവശ്യം അവിടെ ഉണ്ടോ, അത്രയും പേർക്ക് ജോലി ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടോ, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം ആ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥന ശരിയാണെന്ന് ഇവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ആ ഒരു നിയമനം നടത്താനുള്ള അംഗീകാരം നൽകും. അതോടൊപ്പം തന്നെ ആ എംപ്ലോയീസിന് ഓരോരുത്തരും നിയമിക്കുമ്പോൾ അവർക്ക് എത്ര രൂപ നമുക്ക് ശമ്പളം നൽകാം, എന്തൊക്കെ അലവൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാം, അതുമൊക്കെ ഈ ലൈൻ മാനേജേഴ്സുമായി കൂട്ടി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയും ചെയ്യും. അതോടൊപ്പം ആ ഒരു ജോലിയിൽ എന്തൊക്കെ പ്രത്യേകതകൾ അവർക്ക് വേണം, നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ ജോലി ചെയ്യാൻ എന്തൊക്കെ പ്രത്യേകതകൾ വേണം, ആ വ്യക്തിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ വേണം, അതെല്ലാം ഇതേ ഘട്ടത്തില് കൂടി ആലോചിച്ച് തീരുമാനമെടുത്തതിന് ശേഷം അതിനനുയോജ്യരായിട്ടുള്ളവരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്വയർമെന്റ്. ഇതൊക്കെ ഇനി വരുന്ന ഭാഗമൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങൾ, എവിടെ നിന്നൊക്കെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം അല്ലെങ്കിൽ നിയമനം നടത്താം. അതിന് ഫസ്റ്റ് വണ്ണാണ് ഇന്റേണൽ സോഴ്സസ്. എന്ന് വെച്ചാൽ എന്താ ഇന്റേണൽ സോഴ്സസ്? ഓക്കെ, ദീസ് കൺസിസ്റ്റ് ഓഫ്, ഇത് ചോദിക്കാനുള്ള ഭാഗമാണ്. ഈ പറയുന്ന ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും 2 രീതിയിൽ നമുക്ക് രണ്ട് സോഴ്സസ് ആണുള്ളത്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് കൺസിസ്റ്റ് ഓഫ് പേഴ്സണൽ who are already on the payroll of an organization, that is its present working force. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ആദ്യമേ മിസ്സങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാല് നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരില്ലേ, നിലവിൽ അവിടെ ഒരുപാട് ഓൾറെഡി ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ, അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനെയാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി അവരുടെ പേരോൾ അല്ലെങ്കിൽ ശമ്പള പട്ടികയില് അല്ലെങ്കിൽ പ്രസന്റ്ലി അവിടെ ആ ഒരു വർക്കിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനെയാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ അവിടെ ഓൾറെഡി ഒരു വേക്കൻസി വന്നാൽ, ഒരു മാനേജറിന്റെ വേക്കൻസി അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറിന്റെ വേക്കൻസി ആണെങ്കിൽ അവിടെ ഓൾറെഡി വർക്ക് ചെയ്ത എംപ്ലോയീസിൽ നിന്ന് മികച്ച ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിനും സ്ഥാനക്കയറ്റം കൊടുക്കും അല്ലെ, പ്രൊമോഷൻസോ അപ്ഗ്രഡേഷൻസോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒക്കെ നടത്തും. ഇനി അവർ ശിക്ഷയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതേസമയം നമ്മൾ എന്താ ചെയ്യാ, ഡിമോട്ട് ചെയ്യും അല്ലെ, സ്ഥാന ഇറക്കമൊക്കെ കൊടുക്കാറുണ്ട്. സാധാരണയായിട്ട് ഇവിടെ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാല് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്ന് നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിയമിക്കുന്നതിനെയാണ് ഇന്റേണൽ സോഴ്സ്. അത് മനസ്സിലായില്ലേ? ഇന്റേണൽ സോഴ്സ് എന്താണുള്ളത്? എക്സ്റ്റേണൽ സോഴ്സ് അപ്പൊ എങ്ങനെയായിരിക്കും? പുറമേ നിന്ന് അല്ലെ, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ല, പുറമേ നിന്നുള്ള ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന് പുറമേ നിന്നും പല സോഴ്സുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആളുകളാണ് എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന റിക്രൂട്ട്മെന്റ് വരുന്നത്. അതായത് പുതിയതായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടു കാണുമ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇപ്പൊ ക്യാമ്പസ് സെലക്ഷൻസ് ഒക്കെ നടത്താറുണ്ട് അല്ലെ, നടത്താറില്ലേ? അപ്പൊ അങ്ങനെയാണ് ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തുമ്പോ യങ് ആയിട്ടുള്ള കുട്ടികളാണ് അല്ലെ, വളരെ യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അതുപോലെ തന്നെ ഒരിക്കലും അവർക്ക് വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു കഴിവോ മനോഭാവമോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകളാവാം. അതല്ലെങ്കിൽ നല്ല കഴിവും സ്കില്ലുകളും ഒക്കെ ഉണ്ടായിട്ട് പോലും തൊഴിൽ രഹിതരായിട്ടിരിക്കുന്ന ആളുകളാവാം. അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാവാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നോ നമ്മൾ പുറമേ നിന്ന് ഓർഗനൈസേഷനിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ല, പുറമേ നിന്ന് ഏതൊരു വഴിയും നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? രണ്ടും മനസ്സിലായോ? ഒരു ഡിഫറൻസ് എന്താന്നുള്ളത് ഇത്ര മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും വെച്ച് പറയാം, ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം കേട്ടോ. This consists of personnel who are already on the payroll of an organization that is its present working force. നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ശമ്പള പട്ടിക, അവർ ശമ്പളം കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റാണ്. പേറോൾ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. പേറോളിൽ ആ ശമ്പള പട്ടികയില് ഓൾറെഡി ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ നിന്നും നിയമനം നടത്തുന്നതിനെയാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. whenever any is reported, എന്തെങ്കിലും ഒരു നിയമനം വേണം അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ somebody from within the organization, ആ ഓർഗനൈസേഷനുള്ളിലുള്ള ആളുകളിൽ നിന്ന് തന്നെ ആരെയെങ്കിലും, ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു. സ്ഥാനക്കയറ്റമോ പ്രൊമോഷൻസോ ട്രാൻസ്ഫറോ ഒക്കെ കൊടുക്കും. സംടൈംസ് ഡിമോട്ടഡ്. ഇപ്പൊ തെറ്റ് പണിഷ്മെന്റ് കാര്യങ്ങളുടെ ഭാഗമാണെങ്കിൽ നമ്മൾ അവരെ സ്ഥാനം ഇറക്കുകയാണ് ചെയ്യുക അല്ലെ. അധികം സ്ഥാനക്കയറ്റങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്ന എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് നമ്മള് ആ ഓർഗനൈസേഷൻ ഉള്ളിലുള്ള ആളുകളിൽ നിന്ന് തന്നെ പ്രൊമോഷൻസോ ട്രാൻസ്ഫറോ അപ്ഗ്രഡേഷനോ ചെയ്യും. ഇനി അവർ എന്തെങ്കിലും പണിഷ്മെന്റിന്റെ ഭാഗമാണെങ്കിൽ അവരെ നമ്മൾ താഴത്തെ സ്ഥാനത്തേക്ക് മാറ്റാണ്. ഉയരത്തിലേക്ക് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകില്ല, അവർ താഴത്തെ സ്ഥാനത്തിലേക്ക് മാറ്റുകയും ചെയ്യാം. അതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോൾ these sources which lie consist outside the organization, outside the organization പുറമേ നിന്നുള്ള വിഭവങ്ങളിൽ, സോഴ്സുകളിൽ, ഉറവിടങ്ങളിൽ നിന്നോ നമ്മുടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്, പുതിയതായിട്ട് ആ ഒരു തൊഴിൽ സംഘടനയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ സേനയിലേക്ക് പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസ്, അതായത് പ്രത്യേകമായിട്ട് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ അവർ വളരെ യങ് ആണ്, അതുപോലെ തന്നെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെ, അധികം അനുഭവ പരിചയമോ കാര്യമോ ഇല്ലാത്ത കുട്ടികളാവാം. അതല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽ ആൻഡ് എബിലിറ്റീസ്, നല്ല കഴിവുകളും നല്ല പ്രാവീണ്യവും ഒക്കെ ഉള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളിൽ നിന്നാവാം. അല്ലെങ്കിൽ റിട്ടയർഡ് എക്സ്പീരിയൻസ് പേഴ്സൺ, നല്ല അനുഭവ പരിചയമുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാവാം. ഇതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ചോദിക്കാറുണ്ട്, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ശരി. Then next one ആണ് methods or techniques of recruitment. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നുള്ളൂ കേട്ടോ സർ. മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതികളിലൂടെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. ശരിയല്ലേ? ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, നേരിട്ട് നമുക്ക് പോയി നിയമനം നടത്താവുന്ന രീതി അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താവുന്ന രീതി. ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. അത് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കോളേജുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് സെലക്ഷൻസ് നടത്തുന്നത്, തൊഴിൽ മേളകൾ നടത്തുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അവിടേക്ക് ആ റിക്രൂട്ടേഴ്സ് നേരിട്ടെത്തിയാണ് നിയമനം എടുക്കുന്നത് അല്ലെ, ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ക്യാമ്പസ് സെലക്ഷനോ അല്ലെങ്കിൽ തൊഴിൽ മേളകളിലൊക്കെ പോയിട്ടുള്ളവർ അറിയാൻ പറ്റും. അത് ആ എംപ്ലോയീസ്, ആ റിക്രൂട്ടേഴ്സ് നേരിട്ട് വന്നാണ് അതിൽ നിന്ന് ആളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലേ? ആണോ? ആണോ? അതാണ് ഡയറക്റ്റ് മെത്തേഡ്, നേരിട്ടുള്ള മെത്തേഡ്. ഇന്റർവ്യൂസ് നടത്തും, അവർക്ക് അനുയോജ്യമായിട്ടുള്ളവരാണെങ്കിൽ അവർ അപ്പോൾ തന്നെ സെലക്ട് ചെയ്യാണ് ചെയ്യാം അല്ലെ. പിന്നെ കുറെ അധികം പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട് ഇല്ലേ, ടിവിയിലോ റേഡിയോയിലോ. അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് പോർട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, ഇൻഡീഡ്, ലിങ്ക്ഡിൻ, അങ്ങനെയുള്ള പോർട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ പ്രൊഫഷണൽ ജേർണൽസ്, ടെക്നിക്കൽ മാഗസീൻസ്, അങ്ങനെ ബ്രോഷേഴ്സ്, അങ്ങനെയുള്ളവയിൽ നിന്നും നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ്സ് കണ്ട് നമ്മുടെ സ്ഥാപനത്തെ സമീപിച്ചു കൊണ്ടുവരുന്ന ആളുകളിൽ നിന്നും റിക്രൂട്ട്മെന്റ് നടത്തുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. രണ്ടും ക്ലിയർ ആയോ? ഡയറക്റ്റ് മെത്തേഡ് നേരിട്ട് റിക്രൂട്ടേഴ്സ് അവിടെ ചെന്ന് ആളെ സെലക്ട് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് മെത്തേഡ് അഡ്വർടൈസ്മെന്റുകളിലൂടെ ആളുകളെ കൊണ്ടുവന്ന് ആപ്ലിക്കൻസിൽ നിന്ന്, അങ്ങനെ വരുന്ന ആപ്ലിക്കൻസിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു മൂന്നാം കക്ഷി അതിനിടയിലുണ്ട് അല്ലെ. മൂന്നാം കക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഏജൻസികൾ നമ്മളുണ്ടല്ലോ അല്ലെ. ജോബ് കൺസൾട്ടൻസീസ് ഉണ്ടാവും, എംപ്ലോയ്മെന്റ് കൺസൾട്ടൻസീസ് ഉണ്ടാവും. നമ്മളേക്ക് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അല്ലെ. ജോബ് അന്വേഷിക്കുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാറില്ല അവരെ.
ഒരു മൂന്നാം കക്ഷിയാണ് അല്ലെ. അപ്പൊ അവരുടെ അവരുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പോയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതും കിട്ടുന്നതും അല്ലെ. നമ്മുടെ സാലറിയിൽ നിന്നൊക്കെയുള്ള എമൗണ്ട് ഒക്കെ അവർ ഫീസ് കാര്യങ്ങളൊക്കെ അവർ ഈടാക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു എംപ്ലോയ്മെന്റ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി ആവാം, പ്ലേസ്മെന്റ് ഓഫീസ്, സ്കൂളുകളിലും കോളേജുകളിലും പ്ലേസ്മെന്റ് ഓഫീസുകളില്ലേ, പ്ലേസ്മെന്റ് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെന്റ് ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് ഫെയിമുകള്, അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ് വഴി ചിലപ്പോ അവിടെ ആ ഒരു കമ്പനിയിൽ നമ്മുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് വഴി, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരിലൂടെ പറഞ്ഞു കേട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന രീതിയാണ് തേർഡ് പാർട്ടി മെത്തേഡ്. അത് മൂന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.